തിയേറ്റർ എക്സ്പീരിയൻസിന് വേറെ തന്നെ എക്സ്പീരിയൻസ്. ടി വിയിലൊന്നും കാണുന്ന പോലെ അല്ല ഇത്. ഇത്രയും ആൾക്കാരുടെ കൂടെ ഇരുന്നത് കാണുമ്പോൾ സിനിമയുടെ ഒരു എക്സ്പീരിയൻസിങ് സിനിമ കംപ്ലീറ്റ്ലി എന്ന് പറയില്ല, അതൊരു വല്ലാത്ത ഫീൽ തന്നെ. നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതുണ്ടായിരുന്നില്ലേ? ചെറിയ കുറച്ച് പരിപാടികളാ. ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സിനിമ വാങ്ങി ഇതുപോലെ ഔട്ട് വരാൻ ഇതിന്റെ എക്സൈറ്റ്മെന്റ്. സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ചന്തുവിൻ്റെ കഥാപാത്രം ഗുരുവേ നമ എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് മുന്നേ നടന്ന ഗുരുക്കന്മാർ, അവരുടെ ഒരു ഹരിഹരൻ സാറിനെ പോലുള്ള ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടർ, MT സാറ്, ഇതിൻ്റെ നിർമ്മാതാക്കൾ, അവരുടെ എല്ലാം വലിയൊരു അധ്വാനം. ഇപ്പം നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വിനയത്തോടെ മാത്രമേ ഈ സിനിമയെ നോക്കിക്കാണാൻ പറ്റുള്ളൂ, അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഒരു വലിയ കലാസൃഷ്ടി അതിഗംഭീരമായി. വീണ്ടും കണ്ടിട്ടില്ലാത്തവർക്കൊരു പുതിയ സിനിമ പോലെ കാണാം, കണ്ടിട്ടുള്ളവർക്ക് ഒരു വലിയ ഓർമ്മകളായി വീണ്ടും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കാണാം. അത്തരത്തിലുള്ള സിനിമയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും കൊല്ലത്തെ, ഞാനിപ്പോൾ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അതിലും വേർത്തായിട്ടുള്ളൊരു പടം സിനിമ വൈസ്. ബിക്കോസ് ഇതൊരു മലയാളം ഇഷ്ടപ്പെടുന്ന, മലയാളം സ്നേഹിക്കുന്ന, MT സാറിനെ സ്നേഹിക്കുന്ന, മമ്മൂക്കനെ സ്നേഹിക്കുന്ന, രാമേന്ദ്രബാബുവിനെ സ്നേഹിക്കുന്ന, ഹരിഹരനെ സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഇതൊന്ന് കാണും. ഞാൻ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് ഞാൻ മൂവീസിലുണ്ടെങ്കിലും ഇത് ഞാൻ ഇത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഐ എം എൻജോയിങ് ദിസ് മൂവി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമോഷണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മമ്മൂക്കനെ നാളെ വിളിക്കും. എന്തൊരു പെർഫെക്ഷൻ. അന്നെങ്ങനെ ഈ സിനിമ എടുത്തു എനിക്കറിയില്ല. ഇത് ഇന്നത്തെ ജനറേഷനും കഴിഞ്ഞ ജനറേഷനും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് മലയാള സിനിമയെന്ന് സ്വകാര്യ അഹങ്കാരത്തോടെ പറയാൻ സാധിക്കും. അപ്പോൾ പ്ലീസ് വാച്ച്. ഈ 36 വർഷം കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ മാറ്റ് കുറഞ്ഞിട്ടില്ല, മാറ്റ് കൂടിയിട്ടേ ഉള്ളൂ. അന്ന് കണ്ടതിനേക്കാൾ വലിയൊരു ഫീലാണ് ഇപ്പോഴും ഈ സിനിമ നമുക്ക് വരുന്നത്. ടെക്നിക്കലി സൗണ്ടൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദേവദൂതന് ശേഷം ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ഒരു റീമാസ്റ്ററിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ സിനിമ കാണാത്ത ഒരു ജനറേഷൻ ഈ സിനിമ തീർച്ചയായിട്ടും ആസ്വദിക്കും, ഏറ്റെടുക്കുന്നതാണ്. ഇതൊരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസാണ്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തൊരു ജനറേഷൻ അവർ അതിനെ വലിയ രീതിയിൽ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ്. അത് ഞങ്ങൾ 3 ജനറേഷൻ പേരൻസിൻ്റെ കൂടെ പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഡയലോഗുകളെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും റീ റെക്കോർഡിങ്ങും അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു ഓർമ്മ ഒരു വലിയ ഭാഗ്യമാണ്. 3 പേർക്കും ഒരുമിച്ച് അതെ. ഇവൾക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പെട്ടെന്ന് വന്നതാണ്. വരാൻ ലേറ്റ് ആവും, അപ്പോൾ കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഞാനിപ്പോൾ നേരെ സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട്. ഞാൻ അമ്മയുടെ സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ വളരെ കുറവ് സിനിമകൾ കണ്ടിട്ടുള്ളൂ, 3-4 കണ്ടിട്ടുള്ളൂ. സോ ഫസ്റ്റ് ടൈം അമ്മ ഇത്രയും ചെറുപ്പം കാലത്ത് കാണുമ്പോൾ ആക്ച്വലി കണ്ണു പറഞ്ഞു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ കണ്ണു പറഞ്ഞു. പക്ഷേ ടു ബി ഓണസ്റ്റ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന അമ്മ അതേപോലെ തന്നെയാണ്. ഷായലും സ്വഭാവം എല്ലാവരും പോലെ തന്നെയാണ്. വെരി വെരി നൈസ് ടു വാച്ച് ഇറ്റ്. എൻ്റെയൊക്കെ നല്ല ഓർമ്മയുള്ള സമയത്ത് തന്നെയാണ് ഈ സിനിമ കാണുന്നത്. 1989 ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ കാണുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സിനിമ തിരിച്ചു പോയി കാണുമ്പോഴേ ഇന്നത്തെ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ ഒരു AI ഇങ്ങനത്തെ ഒരു ടൂളും ഒന്നും ഇല്ലാതെ ഒരു സിനിമയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്ന് എൻജോയ് ചെയ്തതിനെക്കാട്ടിയും അതിൻ്റെ ഒരു മഹത്വം ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഈ എല്ലാം സാങ്കേതിക വിദ്യ ഉള്ളപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സിനിമയും ഇവരുണ്ടാക്കിയ സിനിമയും ഈ ടീം ഉണ്ടാക്കിയ സിനിമയും MT സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മൾ എന്ത് പ്രൗഡാവണമെന്ന് അല്ലേ. മാധവി, പിന്നെ അതുപോലെ ഗീത മാം, മാധവി മാം, നമുക്കെക്കുറിച്ച് പറയാം. അതിനെക്കാട്ടി ക്യാപ്റ്റൻ രാജു സാർ, ഓരോ ആർട്ടിസ്റ്റുകളും എന്താണ് ചെയ്തത്. എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷം തോന്നുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ തിയേറ്ററിൽ ആണ് കാണേണ്ടത് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഈ സിനിമയൊക്കെ നമ്മൾ TV യിലാണ്
കണ്ടിട്ടുള്ളത്, പല ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഇതിൻ്റെ പല ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന ഡയലോഗ്സുകൾ വന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. പക്ഷേ ആസ് എ ഹോൾ ഇത്രയും ഫുൾ ഹൗസിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ എനിക്കിതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, മനസ്സ് നിറയുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും വീണ്ടും ഒരു റിമൈൻഡറാണ് എത്രത്തോളം ഡെപ്തിലാണ് ഇതിൻ്റെ കണ്ടൻറ്റ്, എത്രത്തോളം ഡെപ്തിലാണ് ഇതിൻ്റെ പെർഫോമൻസ്, ഓരോ കാര്യത്തിലും ഇട്ടിരിക്കുന്ന എഫേർട്ട്. 30 കൊല്ലം മുമ്പുള്ളൊരു സിനിമയാണെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു ശരിക്കും. എല്ലാ സാധനം സൗണ്ട് മാത്രമൊന്നുമല്ല, അവർ ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിന് 30 കൊല്ലം മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിൽ കിട്ടുകയാണ് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ. അത് പറയാതിരിക്കാൻ വയ്യ. അത് വെറുതെ അല്ല ഇവരൊക്കെ ലെജൻസ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അത് ലെജൻഡറി ആയി മാറുന്നത്. പിന്നെ വീണ്ടും ഒരു റിമൈൻഡറാണ്, മഹാഭാരതമാണെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും വടക്കം വീരഗാഥയാണെങ്കിലും ഹ്യൂമൻ ഇമോഷൻസിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെയാണ് വീണ്ടും വീണ്ടും പോകുന്നത്. അത് തന്നെയാണ് മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. വെച്ചാൽ 39 വർഷത്തിന് ശേഷം അല്ലേ നമ്മുടെയൊക്കെ അതുപോലെ ആ സ്ക്രീനിൽ കാണാൻ പറ്റിയപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമെല്ലാം തോന്നുന്നു. നമ്മുടെ കുട്ടികളുടെയും കൂടെ എല്ലാം ഇരുന്ന് കാണാൻ. റിലീസായപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നല്ലോ, അപ്പോൾ അത് കണ്ട ഓർമ്മ തന്നെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ ഒരു പുതിയ പടം കാണുന്ന അതേ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒട്ടും ലാഗൊന്നും ഇല്ലാണ്ട് പഴയ മൂവി ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ആർക്കും അങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നിയില്ല. നല്ലൊരു ഫ്രഷ് ആയിട്ടാണ് തോന്നിയത്. റിലീസ് പോലെയല്ല, റിലീസ് പുതിയ പടം കാണില്ല, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. 36 വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററിൽ കാണുകയാണ്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇമോഷണൽ ഒരു ഇതിലുള്ള ഇപ്പോൾ സിറ്റുവേഷനിലാണ്. കാരണം വെച്ചാൽ എന്തുതന്നെയാലും ഒരു എല്ലാം എന്താ പറയേണ്ട അറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഇമോഷണലി നമ്മൾ ശരിക്കും പറയാനുള്ളതാണ്. വളരെ സന്തോഷം. എന്തായാലും നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. 4K അറ്റ്മോസിൻ്റെ എല്ലാ രീതിയിലും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. സന്തോഷം. എന്തായാലും തിയേറ്ററിൽ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ അന്ന് എന്താണ് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോഴാണ് ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഇമോഷനൊക്കെ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് ഹരൺ സാർ എനിക്ക് എന്താ പറഞ്ഞു തന്നെന്നുള്ളത് എനിക്കിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഒരു ഓർമ്മയില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഇന്ന് കാണുമ്പോഴാണ് ആ പല്ലക്കിൽ പാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ശരിക്കും ഒരു കയറ്റം കയറി പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് പേടിച്ചിരുന്നു. കാരണം നമ്മൾ പല്ലക്ക് നമുക്ക് ശീലമില്ലാത്തതല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാണുമ്പോഴാണ് ഇതൊക്കെ എൻ്റെ അനുഭവം. പക്ഷേ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ MT സാറിൻ്റെ ഡയലോഗ്സിന് ഇത്ര ഈസി ആയിട്ടും അതിനകത്ത് ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ബിഗ് സ്ക്രീനിൽ എന്ന് പറയുന്നതാണ് ഒരു നടനുള്ള രീതിയിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ പാർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതാണ്. മമ്മൂക്കയുടെ മാത്രമല്ല, സുരേഷ് ചേട്ടൻ്റെ പെർഫോമൻസ് ആയാലും, ക്യാപ്റ്റൻ രാജ് ചേട്ടൻ, മാധവി മാം, ഗീത മാം, അങ്ങനെ ഇതിനകത്തുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സും മെയിൽ ആക്ടേഴ്സും എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന രീതി, അവർ ഡയലോഗ് എങ്ങനെയാണ് ഡെലിവർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു റെൻഡറിങ്ങും അത് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിപ്പിച്ചത്. പിന്നെ ഈ കഥയിലുള്ളൊരു കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ, ചന്തുവിൻ്റെ വിഷമങ്ങളും ചന്തുവിൻ്റെ അദ്ദേഹം കടന്നു പോകുന്ന ആ സംഘർഷങ്ങളൊക്കെ ഇപ്പം സ്ക്രീനിൽ കണ്ടപ്പോഴാണ്. അന്ന് കുട്ടിക്കാലത്ത് കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട് പല സ്ഥലവും. അതാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയത്. അത് ഇപ്പോൾ വിഷ്വലി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സൗണ്ട് ഭയങ്കര രസമുണ്ട്. പാട്ടുകളായാലും അതിൻ്റെ ഫൈറ്റും അതൊക്കെ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് വിഷ്വൽ നമുക്ക് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അന്ന് എടുത്ത അതേ വിഷ്വൽ തന്നെയാണ്. പക്ഷേ സൗണ്ട് പലതും നമ്മൾ അഡീഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് അതിനകത്തേക്ക് ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട്. ആഡ് ഓൺസ് എന്ന് പറയുന്നത് പഴയതിനെ നമ്മൾ വീണ്ടും പുതിയതായിട്ട് റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ പുതിയതായിട്ട് അതിനകത്തൊന്നും കൂട്ടിച്ചേർത്തതല്ല, പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി സൗണ്ടിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. കാണുക എല്ലാവരും സിനിമ.
ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ പടം അതായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, കാരണം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പലരും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഐ വുഡ് സജസ്റ്റ് പ്ലീസ് കം ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. വളരെ സന്തോഷം. കാരണം 36 വർഷത്തിന് ശേഷം മറ്റൊരാളെ പോലെ ഈ ഒരു സിനിമ കാണാൻ പറ്റും. കാരണം എൻ്റെ മക്കൾ ഞാൻ ചെയ്തതിനേക്കാൾ പ്രായമായി എൻ്റെ മക്കളെല്ലാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു സിനിമ ആ ഒരു 4K ആ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ക്വാളിറ്റി ആൻഡ് വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി എല്ലാത്തോട് കാണാൻ പറ്റിയ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും ഒരു എപ്പിക് എവർഗ്രീൻ മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യം. പിന്നെ ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നത്. ഇപ്പോൾ 2-ാം ഊഴം വായിച്ചിട്ടുള്ളവർക്കറിയാം ഭീമൻ്റെ ആ ഒരു ഭയങ്കരമായ മാനസിക വ്യഥകളും ആ ഒരു ലെയറിങ് ഉണ്ടല്ലോ ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ അതൊക്കെ ചന്തുവിൻ്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു ഗ്രേറ്റ്നെസ്, ആ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആ ഒരു MT സാറുടെ ഒരു മഹത്വം ഉണ്ടല്ലോ, അതും ഹരിഹരൻ സാറുടെ മേക്കിംഗ്, PV അങ്ങാരൻ സാറെ പോലെ ഒരാൾ അന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ സന്നദ്ധമായി മുന്നോട്ട് വരിക. അന്നൊന്നും ഇതിൻ്റെ ഒരു റിട്ടേൺസിനെ കുറിച്ച് ചിന്തിക്കാതെ അന്ന് ചെയ്യാന്ന് പറയുന്നത് അവരുടെ മക്കൾ സാറിൻ്റെ PVജിയുടെ സാറിൻ്റെ മക്കൾ ഒരു ട്രിബ്യൂട്ട് പോലെ ഇത് വീണ്ടും ചെയ്യുക, അത് ഇവിടെ വന്ന് കാണാൻ പറ്റുക. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഞങ്ങളുടെ മുഴുവൻ ആളുകളും ടീമുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇപ്പം വിനീതായാലും ജോണായാലും വിശാലായാലും അമ്പിളി ജോമോള് എല്ലാവരും ഞങ്ങളൊരു പഴയ ഒരു ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റിയൊരു, അതൊക്കെ ഭയങ്കര വലിയ സന്തോഷം തരുന്ന, വളരെ അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് എന്താ പറയുക, വലിയ സ്ക്രീനിൽ കാണുന്ന ഒരു ഹൈയും പിന്നെ എന്താ പറയുക ഉഗ്രം പെർഫോമൻസസും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ 19-ാം നൂറ്റാണ്ട് കാലത്ത് ഒരു സിനിമ ചെയ്തുകൊണ്ട് എനിക്കറിയാം. അത് ഈ കാലത്താണ്, റീസെൻ്റ്ലിയാണ് ചെയ്തത്. 2020-21 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആ സിനിമ ചെയ്തത്. അപ്പം ഈ സമയത്ത് ഇത്ര എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും എഫേർട്ട് എന്നുള്ളത് ഇന്നത്തെ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊന്നും അന്നില്ലല്ലോ. പറഞ്ഞ പോലെ അത്രയും സപ്പോർട്ടും, അല്ലെങ്കിൽ ഇന്ന് കുറച്ചും കൂടി സേഫ്റ്റി പരിപാടികളൊക്കെ ഉണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അന്ന് അത്രയും സേഫ്റ്റി ഉള്ള പരിപാടികളില്ല. ഇന്ന് ഡ്യൂപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അന്നത്തെ വടക്കം കിരാതയിലൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ വാള ഞാൻ കാണുക മെറ്റലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇഞ്ചുറീസും സംഭവങ്ങളൊക്കെ വരാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സേഫ്റ്റിയും ഇതൊന്നും ഇല്ലാതെ അവർ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അന്നത്തെ കാലത്ത് ഉഗ്രനായിട്ട് ചെയ്തു വെച്ചു. എന്താ പറയുക, നമ്മൾ ചെറിയ സ്ക്രീനിൽ ഇപ്പോൾ മമ്മൂക്കയുടെ എക്സ്പ്രഷൻസും കണ്ണുകളും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ മാധവിയുടെയൊക്കെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ മറ്റേ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെയാണ് ഇങ്ങനെ കണ്ണുകളൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു. എല്ലാം ഒന്ന് വീണ്ടും കാണാൻ പറ്റിയതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും പിന്നെ ടെക്നിക്കലി ഈ പറയുന്ന പോലെ സൗണ്ടും ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വിഷ്വലിയും നല്ല രസമുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോഴാ കുതിരപ്പുറത്ത് നമുക്ക് വരുന്നതിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും മാറിയിട്ടില്ല. ആ പാട്ടിൽ അതൊക്കെ ഇരുന്ന് എനിക്ക് ഇപ്പോൾ വിനയൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് നമുക്കൊക്കെ വരുന്ന പോലെ ഗെറ്റപ്പും ആ പവറൊക്കെ തോന്നണമെന്നുള്ളത്. അത് വീണ്ടും കാണുമ്പോഴൊരു സന്തോഷം. കാരണം 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ചന്തു വടക്കും ഗീരഗാഥ എന്ന് പറയുന്ന സിനിമയും ആ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ റെഫറൻസായിട്ട് പറഞ്ഞിരുന്നത്. താങ്ക് യു.